കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാടില്ലെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി. അതെ, നീയാണോ? അതെ, ഞാനാണ്. വലിയ സമരമായിരുന്നു നടത്തിയത്. ഇപ്പോൾ ഈ തീരുമാനം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജൂൺ 15 മുതൽ. എന്ത് തോന്നുന്നു? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. വാക്ക് തെറ്റിച്ചില്ലേ? വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ ലീഡേഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായത് മെയ് 15 മുതലാണ് നമുക്ക് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷേ അവര് ആ കൊടുത്ത വാക്കുകൾ ഫസ്റ്റ് തന്നെ അവര് മറികടന്നതായിട്ട് ഇപ്പൊ പറഞ്ഞതാണ് ജൂൺ 15 പറഞ്ഞു. എന്താ ഷൈട്ടോ പറഞ്ഞേ? അവന്മാര് തമ്മിൽ പറയുന്ന അവന്മാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നല്ലേ എനിക്ക്. അപ്പോൾ ഈ നമ്മൾ സമരം ചെയ്തത് എന്തുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ അവർക്ക് സൂചനമായിട്ടുള്ള സമരമായിട്ടുണ്ട്. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മന്ത്രിസഭ വന്ന ശേഷം, അതേപോലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷമാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന്. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. പക്ഷേ കോൺഗ്രസ് ലീഡേഴ്സ്ക്ക് അത് വാഗ്ദാനം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞത് മെയ് 15 എന്ന് പറഞ്ഞത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 15-20 लाख रुपए भी मिल जाएगा. പെട്രോള് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളും ഡീസലും ഒക്കെ 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ വില എത്ര? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. അതുകൊണ്ടാണ് ആ ഡേറ്റിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമരത്തിൽ രംഗത്തിൽ എത്തിയത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. പക്ഷേ ഇത് ജൂൺ 15 ഞങ്ങൾ വെയിറ്റ് ആക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് നോക്കണം. അവർ മാനിഫെസ്റ്റോ കൊടുക്കുമ്പോൾ അവർ അതിലെന്ത് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലല്ലോ. ബസ്സുകളിൽ സൗജന്യ യാത്രമാണ് പറഞ്ഞത്. വെറുതെ ചിരിപ്പിക്കരുത്. അല്ലാണ്ട് ബ്ലൂ ബസ്സിലോ അല്ലെങ്കിൽ പിങ്ക് ബസ്സിലോ വൈറ്റ് ബസ്സിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ബിജെപി നേതാക്കളടക്കം ഇതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യട്ടെ, നമുക്ക് അത് പ്രശ്നമല്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ.